Now, in the last video, I talked about the second theme that Rowling deals with, which was the importance of imagination. അപ്പോൾ അതിനെപ്പറ്റി സംസാരിക്കാനായിട്ട് ഷീ ടെൽസ് us about her experiences at Amnesty International and how the power of empathy was behind, this institution called Amnesty International, which mobilizes people to help people in Africa about whom they know nothing at all except they don't have a direct contact with these people. They are not their acquaintances or friends, but these people at Amnesty through the power of human empathy are ready to do anything to help these people. But now in this part she is going to talk to us, to the audience at Harvard, about this power of empathy. Unlike any other creature on this planet, humans can learn and understand without having experienced. They can think themselves into other people's places. ഓക്കെ, അപ്പം നമ്മൾ ലാംഗ്വേജ് തിയറീസ് പഠിക്കുമ്പം നമ്മൾ പഠിക്കുന്ന ഒരു കാര്യമാണ് ഹ്യൂമൻ ബീങ്സിൻ്റെ ഒരു പ്രത്യേകതയാണ്, ആനിമൽസിന് ഇല്ലാത്ത ഒരു പ്രത്യേകത എന്ന് നമ്മൾ കരുതുന്നതാണ് ദ പവർ ഓഫ് ഇമാജിനേഷൻ, ദ പവർ ടു ഇമാജിൻ തിങ്സ് വിച്ച് ആർ നോട്ട് ദെയർ, ടു അണ്ടർസ്റ്റാൻഡ് തിങ്സ് ദാറ്റ് ദേ ഹാവ് നോട്ട് എക്സ്പീരിയൻസ്ഡ്. മറ്റുള്ളവരുടെ അനുഭവങ്ങളെ പറ്റി വായിക്കാൻ അല്ലെങ്കിൽ മനസ്സിലാക്കാൻ നമുക്ക് കഴിയുന്ന ഒരു കപ്പാസിറ്റി നമുക്ക് ഉണ്ട്. അതുകൊണ്ടാണ് നമുക്ക് ആക്ച്വലി കഥകൾ വായിക്കാനും അത് എൻജോയ് ചെയ്യാനും സിനിമ കാണാനും ഒക്കെ നമുക്ക് പറ്റുന്നത് ആക്ച്വലി ഈ എംപത്തി നമുക്കുള്ളത് കൊണ്ടാണ് ടു അണ്ടർസ്റ്റാൻഡ് ഓർ ഇമാജിൻ ourselves in their places. Of course, this is a power, like my brand of fictional magic, that is morally neutral. One might use such an ability to manipulate or control just as much as to understand or sympathize. അപ്പം മനുഷ്യൻ എന്ത് കാര്യം കയ്യിൽ കിട്ടിയാലും അതൊന്നെങ്കിൽ അതിന് നല്ലതിന് വേണ്ടി ഉപയോഗിക്കാം, അല്ലെങ്കിൽ മോശമായ കാര്യങ്ങൾക്ക് വേണ്ടിയും ഉപയോഗിക്കാം. അതേപോലെ ഈ എംപത്തി എന്ന് പറയുന്ന ഒരു പവർ അതിനെ നമുക്ക് മറ്റുള്ളവരുടെ എംപത്തി എക്സ്പ്ലോയിറ്റ് ചെയ്യുന്ന രീതിയിലും നമുക്ക് ഉപയോഗിക്കാം, അല്ലെങ്കിൽ മറ്റുള്ളവരോട് റിയലി കൺസേൺ ഉള്ള രീതിയിലും നമുക്ക് ഈ എംപത്തിയെ ഉപയോഗിക്കാം. അപ്പോൾ എംപത്തിക്കും ഈ പവറിനും രണ്ട് വശങ്ങളുണ്ട് പീപ്പിൾ ഹൂ യൂസ് ഇറ്റ് ഫോർ ഗുഡ്, അല്ലെങ്കിൽ പീപ്പിൾ ഹൂ യൂസ് ഇറ്റ് ഫോർ ഈവിൾ. ആൻഡ് ഒരു തേർഡ് കാറ്റഗറി ഓഫ് പീപ്പിൾ ഉണ്ട്. ആൻഡ് മെനി പീപ്പിൾ പ്രിഫർ നോട്ട് ടു എക്സസൈസ് ദെയർ ഇമാജിനേഷൻസ് അറ്റ് ഓൾ. ഇമാജിനേഷൻ ഉപയോഗിക്കാൻ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ അനുഭവങ്ങളെ പറ്റി ചിന്തിക്കാതെ സ്വന്തം കാര്യങ്ങൾ മാത്രം നോക്കുക, അല്ലെങ്കിൽ ഒരു ബോക്സിൻ്റെ അകത്ത് ജീവിക്കുക, മറ്റുള്ളവരെ പറ്റി ആലോചിക്കാതിരിക്കുക, അങ്ങനെയുള്ള ആൾക്കാരും ഈ ലോകത്തിലുണ്ട് വെൻ റൗളിംഗ് ടോക്ക്ഡ് അബൌട്ട് ഫെയിലിയർ ഫെയിലിയർ ഒരിക്കലും ഈ സെയിം തിങ് സിമിലർലി റൗളിംഗ് പറഞ്ഞു, ഫെയിലിയർ ഒരിക്കലും ഫേസ് ചെയ്യാത്ത ആൾക്കാരും ഈ ലോകത്തിലുണ്ട്. പക്ഷേ റൗളിംഗ് പറയുന്നത് അങ്ങനെയുള്ള ആൾക്കാർ ആക്ച്വലി ദേ ആർ ദ ബിഗ്ഗസ്റ്റ് ഫെയിലിയേഴ്സ് ബിക്കോസ് ദേ ഹാവ് നോട്ട് റിയലി ലിവ്ഡ് ദെയർ ലൈഫ് അറ്റ് ഓൾ. അതേപോലെ സിമിലർലി റൗളിംഗ് ഇവിടെ പറയാണ്, പീപ്പിൾ ഹു ഹാവ് നോട്ട് എക്സസൈസ്ഡ് ദെയർ ഇമാജിനേഷൻസ് അറ്റ് ഓൾ ഹിയർ ദേ ആർ ആക്ച്വലി നോട്ട് ഹാപ്പി. ദേ ക്യാൻ നെവർ ബി റിയലി ഹാപ്പി. മറ്റുള്ളവരെ പറ്റി ചിന്തിക്കാത്ത ആൾക്കാർ അവർ ഒരിക്കലും ഹാപ്പി ആയിരിക്കത്തില്ല എന്നാണ് റൗളിംഗ് ഇവിടെ പറയുന്നത്. ദീസ് പീപ്പിൾ ഹു ഡോണ്ട് എംപത്തൈസ് വിത്ത് എനിബഡി, ദേ ചൂസ് ടു റിമെയിൻ കംഫർട്ടബിളി വിതിൻ ദ ബൗണ്ട്സ് ഓഫ് ദെയർ ഓൺ എക്സ്പീരിയൻസ്. അവരവരുടെ കാര്യം, അവരുടെ അനുഭവങ്ങളെ പറ്റി മാത്രമേ ചിന്തിക്കുന്നുള്ളൂ. നെവർ ട്രബിളിംഗ് ടു വണ്ടർ ഹൗ ഇറ്റ് വുഡ് ഫീൽ ടു ഹാവ് ബീൻ ബോൺ അതർ ദാൻ ദേ ആർ. അവർക്ക് മറ്റുള്ളവരെ മനസ്സിലാക്കാനുള്ള, സിമ്പത്തൈസ് ചെയ്യാനുള്ള ഒരു എഫേർട്ട് അവരെടുക്കുന്നില്ല. ഓക്കെ, അതുകൊണ്ടാണ് പലപ്പോഴും ലോകത്തിൽ കോൺഫ്ലിക്റ്റ് ഉണ്ടാവുന്നത്. ബിക്കോസ് വി സ്റ്റിക്ക് ടു അവർ ഓൺ വ്യൂ പോയിൻറ്റ്സ്. വി ആർ നോട്ട് റെഡി ടു തിങ്ക് അബൌട്ട് what the other person might be feeling, what the other person is going through. Okay,
നമ്മുടെ കാര്യം നമ്മൾ ജീവിച്ച രീതി മാത്രമാണ് ശരി എന്ന് ചിന്തിക്കുക. അതാണ് ഒരു ലാക്ക് ഓഫ് ഇമാജിനേഷൻ എന്ന് പറയുന്നത്. ദേ ക്യാൻ റെഫ്യൂസ് ടു ഹിയർ സ്ക്രീംസ്. അവർ മറ്റുള്ളവരുടെ പ്രശ്നങ്ങൾക്ക് നേരെ അവർ കണ്ണടയ്ക്കും, കണ്ടില്ല എന്ന് അവർ നടിക്കും. ഓർ ടു പിയർ ഇൻസൈഡ് കേജസ്, അല്ലേ, അവരുടെ ഫ്രണ്ടിൽ ആൾക്കാർ അല്ലേ ഇംപ്രിസൺഡ് ആണെങ്കിലും കേജിൻ്റെ അകത്താണെങ്കിലും ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് കണ്ടാലും അതിൻ്റെ അകത്തേക്ക് നോക്കി അവരെ സഹായിക്കാനുള്ള എഫേർട്ട് ഈ തരത്തിലുള്ള ആൾക്കാർ എടുക്കത്തില്ല. വാട്ട് ഡു ദേ ഡു? They close their minds and hearts to any suffering that does not touch them personally. They can refuse to know. എന്നെ കൺസേൺ ചെയ്യാത്ത ഒരു കാര്യവും അല്ലേ, ഐ എം നോട്ട് ബോതേർഡ് അബൌട്ട് ഇറ്റ് എന്ന് ചിന്തിക്കുന്ന ആൾക്കാരാണ് ഈ അല്ലേ എംപത്തി എക്സസൈസ് ചെയ്യാത്ത ആൾക്കാർ. പക്ഷേ സത്യം പറഞ്ഞാൽ അൺഫോർച്ചുനേറ്റ്ലി ദ റിയാലിറ്റി ഈസ് ദാറ്റ് അല്ലേ ഒരു 80% ആൾക്കാരും പലതരം റീസൺസ്, വി കാൺ ജഡ്ജ് ദം, പല റീസൺസ് കാരണം നമ്മളതിനെ സെൽഫിഷ്നെസ് എന്നും വിളിക്കുക അല്ലേ. വി ജസ്റ്റ് വോണ്ട് ടു ടേക്ക് കെയർ ഓഫ് അവർ ഓൺ അല്ലേ. മറ്റുള്ളവരെ പറ്റി ചിന്തിക്കാനോ അവരെ സഹായിക്കാനോ ഉള്ള എഫേർട്ട് നമ്മൾ എടുക്കാറില്ല. പക്ഷേ റൗളിംഗ് പറയുന്നത് ഇങ്ങനെയുള്ള ആൾക്കാർ ഹാപ്പിയാണ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഐ മൈറ്റ് ബി ടെംപ്റ്റഡ് ടു എൻവി, ടു ബി ജെലസ് ഓഫ് പീപ്പിൾ ഹു ക്യാൻ ലിവ് ദാറ്റ് വേ. Okay, except that she says, I do not think they have any fewer nightmares than I do. ഈ ആൾക്കാർ ഒരിക്കലും ഹാപ്പി ആയിട്ട് ജീവിക്കത്തില്ല. അപ്പം നേരത്തെ റൗളിംഗ് പറഞ്ഞു അല്ലേ, ഞാൻ ഈ മറ്റുള്ളവരുടെ ആംനസ്റ്റിയിലെ വരുന്ന ആൾക്കാരുടെ അനുഭവങ്ങൾ കേട്ട് അല്ലേ, ദ എക്സ്പീരിയൻസസ് വർ സോ ഹൊറിബിൾ ദാറ്റ് ഐ വാസ് ട്രൈങ് ടു ഹെൽപ്പ് ദം ആൻഡ് ഐ യൂസ് ടു ഗെറ്റ് നൈറ്റ്മെയർസ്. ഓക്കെ, അപ്പം മറ്റുള്ളവരെ സഹായിക്കുന്നവർക്ക് അല്ലേ വളരെ ബുദ്ധിമുട്ടാണ് എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ റൗളിംഗ് പറയുന്നത് സഹായിക്കാത്ത ആൾക്കാർക്കും ഇതേപോലെ ദേ വിൽ ഹാവ് ദെയർ ഓൺ പേഴ്സണൽ നൈറ്റ്മെയർസ്. ചൂസിങ് ടു ലിവ് ഇൻ നാരോ സ്പേസസ് ലീഡ്സ് ടു എ ഫോം ഓഫ് മെൻ്റൽ അഗാരോഫോബിയ. ഓക്കെ, അതായത് ഒരു ആങ്സൈറ്റി ഡിസോർഡറാണ് ക്യാരക്ടറൈസ്ഡ് ബൈ an intense fear of enclosed spaces. Okay, and it brings its own terrors. I think the willfully unimaginative see more monsters, they are often more afraid. അപ്പം മറ്റുള്ളവരെ റൗളിംഗ് പറയുന്നത് ഇതാണ്, just like she says, people who have never seen failure are actually people who have never lived their life fully. അതേപോലെ പീപ്പിൾ ഹൂ ഡു നോട്ട് എക്സസൈസ് ദെയർ എംപത്തി, ദേ ആർ ആക്ച്വലി മോർ അഫ്രേഡ് ആൻഡ് ദേ ഹാവ് മോർ നൈറ്റ്മെയർസ് ദാൻ എനിബഡി എൽസ്. സോ വാട്ട് ഈസ് മോർ, ദോസ് ഹൂ ചൂസ് നോട്ട് ടു എംപത്തൈസ് enable real monsters. For without ever committing an act of outright evil ourselves, we collude with it, അതായത് we participate in it through അവർ ഓൺ ആപ്പത്തി, അതായത് ലാക്ക് ഓഫ് കൺസേൺ. അതായത് ഇനിയും ഈ ലാക്ക് ഓഫ് എംപത്തിയുടെ ഒരു പേഴ്സണൽ കോൺസിക്വൻസ് ആണ്. ഷീ സേസ് ദാറ്റ് അല്ലേ, ദേ ഡെവലപ്പ് മെൻ്റൽ എഗോറഫോബിയ ആൻഡ് ദേ ഹാവ് നൈറ്റ്മെയർസ്, ദേ ഫീൽ സ്കെയർഡ് ഓൾ ദ ടൈം. ഇതൊക്കെ ഒരു പേഴ്സണൽ കോൺസിക്വൻസ് ആണെങ്കിൽ ഈ ലാക്ക് ഓഫ് എംപത്തിക്ക് ഒരു ലാർജർ കോൺസിക്വൻസ് ഉണ്ട്. അതെന്താണ്? ഓക്കെ, ഐ തിങ്ക് വി ആർ ഓൾ ഗിൽറ്റി അബൌട്ട് ദിസ്. നമ്മൾ റോഡിലൊരു വേറെ ഒരാളെ 2 പേര് തമ്മിൽ വഴക്ക് നടക്കുന്നു എന്ന് നമ്മൾ കാണുകയാണ്. ഓക്കെ, അപ്പം നമ്മൾ ആരെയും അടിക്കാൻ പോയില്ല, പക്ഷേ ഇത് കണ്ടിട്ട് നമ്മൾ ഒന്നും കാണാത്ത മട്ടിൽ നടന്നു പോവുകയാണ് എങ്കിൽ വാട്ട് ആർ വി ഡൂയിങ് ആക്ച്വലി? വി ആർ എനേബിളിങ് റിയൽ മോൺസ്റ്റേഴ്സ്. വെൻ വി, അപ്പം നമ്മൾ ഈവിൾ ചെയ്തോ, നമ്മൾ എന്തെങ്കിലും തെറ്റ് ചെയ്തോ? നമ്മൾ ചെയ്തില്ല. വി ഹാവ് നോട്ട് കമ്മിറ്റഡ് എനി ആക്ട് ഓഫ് ഈവിൾ. പക്ഷേ ഈവിൾ കണ്ടിട്ട് അത് വെൻ വി അലൗ ഇറ്റ് ടു ഹാപ്പൻ, റൗളിംഗ് പറയുന്നത് അതിൻ്റെ അർത്ഥം നമ്മളത് അലൗ ചെയ്യുന്നെങ്കിൽ അതിൻ്റെ അർത്ഥം വി കൊല്യൂഡ് വിത്ത് ഇറ്റ്. അതായത് നമ്മൾ അവരുടെ കൂടെ നിൽക്കുകയാണ്. വി ആർ ടുഗെദർ വിത്ത് ദ പേഴ്സൺ ഹു ഇസ് കമ്മിറ്റിംഗ് ആൻ ആക്ട് ഓഫ് ഈവിൾ വെൻ വി decide or choose not to do anything about it.
അപ്പം ഇറ്റ്സ് ആക്ച്വലി എ വെരി ഡിഫിക്കൽട്ട് തിങ്. ഇങ്ങനെയാണ് ആക്ച്വലി 90% ആൾക്കാരും ജീവിക്കുന്നത്, അല്ലേ? നമ്മളൊന്നും തെറ്റൊന്നും ചെയ്യുന്നില്ല, പക്ഷെ തെറ്റ് കണ്ടാൽ നമ്മളെ പലപ്പോഴും കാണാത്ത മട്ടിൽ നമ്മൾ പോവും. പക്ഷേ റൗളിംഗ് പറയുന്നത് അങ്ങനെ ആവരുത്. അങ്ങനെ, അല്ലേ, എംപതി എക്സ്പ്രസ് ചെയ്യാതെ നമ്മൾ ജീവിക്കുകയാണെങ്കിൽ, അല്ലേ, നമ്മൾ ഔട്ട്റൈറ്റ് ഈവിൾ ചെയ്യുന്നില്ല എങ്കിലും വി ആർ ആക്ച്വലി എനേബിളേഴ്സ് ഓഫ് മോൺസ്റ്റേഴ്സ്. നമ്മൾ ആ ഈവിളിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട് എന്ന ആർഗ്യുമെൻ്റാണ്. ദാറ്റ് ഈസ് ദ ആർഗ്യുമെൻറ്റ് ദാറ്റ് റൗളിംഗ് ഈസ് പുട്ടിംഗ് ഫോർവേഡ്. ഓക്കെ, അപ്പം ഇവിടെ വെച്ചാണ് ഷീ കൺക്ലൂഡ്സ് her discussion about empathy, her second theme. അപ്പോൾ ഷീ ടോക്സ് അബൌട്ട് her experiences in her workplace, that is Amnesty International. She talks about the consequences of not of having empathy കൊണ്ടുള്ള ഗുണങ്ങൾ എന്താണ്, എംപതി ഇല്ലാത്തതിൻ്റെ കോൺസിക്വൻസസ് എന്താണ്, ഇതെല്ലാം റൗളിംഗ് ഡിസ്കസ് ചെയ്യാണ്. ഓക്കെ, now we come to the conclusion of her speech. So one of the many, she once again comes back to her college life. Okay, അപ്പോൾ കോളേജ് ലൈഫ് എന്തായിരുന്നു? what subject did she choose? Greek mythology, classics ആയിരുന്നു പഠിച്ചിരുന്നത്. So one of the many things I learned at the end of that classics corridor down which I ventured at the age of 18 in search of something I could not then define was this, written by the Greek author Plutarch: what we achieve inwardly will change outer reality. This is an astonishing statement, and yet proven 1,000 times every day of our lives. It expresses in part our inescapable connection with the outside world, the fact that we touch other people's lives simply by existing. അപ്പം she says, ആ പഠിച്ച കോളേജിൽ അവളെ ടച്ച് ചെയ്ത, റൗളിങ്ങിനെ ടച്ച് ചെയ്ത ഒരു കോട്ട് ഷെയർ ചെയ്യാണ് ബൈ Plutarch, by the Greek author Plutarch. എന്താണ് കോട്ട്? what we achieve inwardly will change outer reality. അതായത് simply speaking, everybody has the capacity to change the world എന്നാണ് ദിസ് ഗ്രീക്ക് ഓത്തർ പ്ലൂട്ടാർക്ക്, അദ്ദേഹത്തിൻ്റെ വിസ്ഡം അതാണ് റൗളിംഗ് ഷെയർ ചെയ്യുന്നത്. ആൻഡ് ഷീ സേസ് ദാറ്റ്, അല്ലേ, നമ്മൾ വിചാരിക്കും വി ആർ ഇൻസിഗ്നിഫിക്കൻറ്റ്, വി കാൺട്ട് ഡു എനിത്തിങ് എന്ന് കരുതാനാണ് നമുക്ക് ഇഷ്ടം. പക്ഷേ റൗളിംഗ് റിമൈൻഡ്സ് us ദാറ്റ്, അല്ലേ, ദ ഫാക്ട് ദാറ്റ് വി എക്സിസ്റ്റ്, ഓക്കെ, ഇറ്റ് മീൻസ് ദാറ്റ് you can make a difference in the world. Now she directly addresses her audience. ഫ്രണ്ടിലിരിക്കുന്ന ഓഡിയൻസ് വൺസ് അഗൈൻ, അല്ലേ, മോസ്റ്റ് എസ്റ്റീംഡ് ആയിട്ടുള്ള ഒരു ഓഡിയൻസാണ്, സ്റ്റുഡൻസാണ് അവിടെ ഇരിക്കുന്നത്. സോ ഷീ കംസ് ടു, അല്ലെ, രണ്ട് തീംസിനെ പറ്റി സംസാരിച്ചു. വാട്ട് ഈസ് ദ മെസ്സേജ് ദറ്റ് ഷീ വോണ്ട്സ് ടു ഗിവ് ടു ദ കിഡ്സ് ഹു ആർ സിറ്റിംഗ് ബിഫോർ ഹർ. But how much more are you Harvard graduates of 2008? ഈ സ്പീച്ച് കൊടുക്കുന്നത് 2008 ഗ്രാജുവേറ്റ് ചെയ്യുന്ന ബാച്ചിനാണ്. സോ ഹൗ മച്ച് മോർ ആർ യു ലൈക്ലി ടു ടച്ച് അതർ പീപ്പിൾസ് ലൈഫ്സ്. അപ്പം റൗളിങ്ങിൻ്റെ ഫ്രണ്ടിലിരിക്കുന്നത്, അല്ലേ, ഏറ്റവും മിടുക്കരായ ഒരു ബഞ്ച് ഓഫ് ആൾക്കാരാണ്, അല്ലേ. അപ്പോൾ ഓർഡിനറി ആയിട്ട്, അല്ലേ, പ്ലൂട്ടാർക്ക് പറയുന്നത് ഒരു പേഴ്സൺ എക്സിസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ, അല്ലേ, ജസ്റ്റ് ദ മിയർ ഫാക്ട് that a person can exist in this world can create a change in this world എന്നാണ് പ്ലൂട്ടാർക്ക് പറഞ്ഞത്. അപ്പോൾ ഷീ സേസ്, അപ്പോൾ നിങ്ങളെ പോലെയുള്ള, അല്ലെ, മിടുക്കരായ ആൾക്കാർക്ക് ഈ ലോകത്തിൽ എന്തൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവരാൻ കഴിയും, നിങ്ങൾക്ക് ആൾക്കാരുടെ ജീവിതം എങ്ങനെയൊക്കെ ടച്ച് ചെയ്യാനുള്ള കപ്പാസിറ്റി നിങ്ങൾക്ക് ഉണ്ട് എന്ന് റൗളിംഗ് റിമൈൻഡ് ചെയ്യാണ്. യുവർ ഇൻ്റലിജൻസ്, യുവർ കപ്പാസിറ്റി ഫോർ ഹാർഡ് വർക്ക്, ദ എഡ്യൂക്കേഷൻ യു ഹാവ് ഏൺഡ് ആൻഡ് റിസീവ്ഡ് give you unique status and unique responsibilities. അപ്പോൾ നിങ്ങളൊരു ക്രീം, അല്ലേ, ഒരു എലീറ്റ് സെറ്റ് ഓഫ് പീപ്പിളാണ്. നിങ്ങൾ ഭയങ്കര ഹൈലി ഇൻ്റലിജൻ്റ് ആണ്, അല്ലെ, നിങ്ങൾ ഭയങ്കര ഹാർഡ് വർക്കിംഗ് ആണ്,
നിങ്ങൾ ഹൈലി എഡ്യൂക്കേറ്റഡ് ആണ്. അപ്പം നിങ്ങൾക്ക് ചില നിങ്ങൾ സ്പെഷ്യലാണ്, നിങ്ങൾക്ക് ചില സ്പെഷ്യൽ പവേഴ്സ് ഉണ്ട്. ആൻഡ് ഈവൻ യുവർ നാഷണാലിറ്റി സെറ്റ്സ് യു അപ്പാർട്ട്. The great majority of you belong to the world's only remaining superpower. Now, ഈ ഓഡിയൻസ് ഈ ഫ്രണ്ടിലിരിക്കുന്നതിൽ ഹാർവേഡ് ഇസ് ഇൻ അമേരിക്ക അല്ലേ? അപ്പോൾ അമേരിക്കൻസ് ആണ് ഇവിടെ ഇരിക്കുന്ന മെജോറിറ്റി ആൾക്കാരും. അമേരിക്കയാണ് ലോകത്തിലെ ദ വേൾഡ്സ് ഓൺലി റിമൈനിങ് സൂപ്പർ പവർ. അപ്പം നിങ്ങൾ എക്സ്ട്രീംലി പവർഫുൾ ആയിട്ടുള്ള കുറച്ച് ആൾക്കാരാണ് എൻ്റെ ഫ്രണ്ടിൽ ഇരിക്കുന്നത്. The way you vote, you live, you protest, the pressure you bring to bear on your government has an impact way beyond your borders. That is your privilege and your burden. അപ്പോൾ റൗളിംഗ് റിമൈൻഡ് ചെയ്യാണ്, നിങ്ങൾ വളരെ പവർഫുള്ളായിട്ടുള്ള കുറച്ച് ആൾക്കാരാണ്. യു ഹാവ് ദ പവർ ടു ചേഞ്ച് ദ പോളിസീസ് ഓഫ് യുവർ ഗവൺമെൻറ്. യു ഡെഫിനറ്റ്ലി ഹാവ് ദ പവർ ടു ചേഞ്ച് ദ ലൈവ്സ് ഓഫ് പീപ്പിൾ ബിയോണ്ട് യുവർ ബോർഡേഴ്സ് അപ്പം നിങ്ങൾക്ക് കുറച്ച് ഉത്തരവാദിത്തങ്ങളും നിങ്ങൾക്ക് കുറച്ച് പ്രിവിലേജ് ഉണ്ട്. അതായത് നിങ്ങൾക്ക് കുറച്ച് ബെനിഫിറ്റ്സ് നിങ്ങൾക്കുണ്ട്. അതായത് നിങ്ങൾക്ക് ചില ഉത്തരവാദിത്തങ്ങളും ഉണ്ട്. അതുകൊണ്ടാണ് ഇറ്റ് ഈസ് ഓൾസോ യുവർ പ്രിവിലേജ്, ഇറ്റ് ഈസ് ഓൾസോ യുവർ ബേർഡൻ ഷീ സേസ് ദാറ്റ് ദേ ആർ മോറലി ബൗണ്ട് വിത്ത് ഓൾ ദ ഫെസിലിറ്റീസ് ദാറ്റ് ദേ ഹാവ് ബീൻ ഗിവൻ. ദേ ആർ മോറലി ബൗണ്ട് ടു ഹെൽപ്പ് ദോസ് ഹൂ ആർ പവർലെസ് എന്നാണ് റൗളിംഗ് പറഞ്ഞു വരുന്നത്. ഓക്കെ, ആൻഡ് ഷീ സേസ് അപ്പം നിങ്ങളുടെ പവർ ഓഫ് എംപത്തി നിങ്ങൾ എക്സസൈസ് ചെയ്യണം. ഇഫ് യു ചൂസ് ടു റേസ് യുവർ സ്റ്റേറ്റസ് ആൻഡ് ഇൻഫ്ലുവൻസ്, ടു റേസ് യുവർ വോയിസ് ഓൺ ബിഹാഫ് ഓഫ് ദോസ് ഹു ഹാവ് നോ വോയിസ്, if you choose to identify not only with the powerful but with the powerless, if you retain the ability to imagine yourself into the lives of those who do not have your advantages. അപ്പോൾ ഇതാണ് റൗളിംഗ് അവരോട് ആവശ്യപ്പെടുന്നത് അല്ലേ? അപ്പോൾ യൂഷ്വലി നമ്മൾ എന്താ ചെയ്യുന്നത്, നല്ലതായിട്ട് പഠിച്ചു, നമ്മൾ നല്ലൊരു ജോലി, നമ്മുടെ ഫാമിലി നോക്കുന്നു, അങ്ങനെ നമുക്ക് വേണമെങ്കിൽ ജീവിക്കാം അല്ലേ? നമ്മുടെ പേഴ്സണൽ ലൈഫിൽ നമ്മൾ വളരെ സക്സസ്ഫുൾ ആവുക. പക്ഷേ റൗളിംഗ് പറയുന്നത് ഇതല്ല അല്ലേ? ഷീ സേസ് പവർ ഇല്ലാത്ത ആൾക്കാർക്ക് വേണ്ടി നിങ്ങളുടെ പവറ്, നിങ്ങളുടെ സ്റ്റേറ്റസ്, നിങ്ങളുടെ എഡ്യൂക്കേഷൻ നിങ്ങൾ ഉപയോഗിക്കുക. റേസ് യുവർ വോയിസ് ഓൺ ബിഹാഫ് ഓഫ് ദോസ് ഹു ഹാവ് നോ വോയിസ്. ഐഡൻറ്റിഫൈ വിത്ത് ദ പവർലെസ്. ഇമാജിൻ യുവർ സെൽഫ് ഇൻ ടു ദ ലൈവ്സ് ഓഫ് ദോസ് ഹു ഡു നോട്ട് ഹാവ് യുവർ അഡ്വാൻറ്റേജസ്. അപ്പം നിങ്ങളുടെ കഴിവുകൾ ഹെൽപ്ലെസ് ആയിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടി നിങ്ങൾ ഉപയോഗിക്കുക എന്നതാണ് റൗളിങ്ങിൻ്റെ മെസ്സേജ്. ആൻഡ് ഷീ സേസ് അങ്ങനെ നിങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ ഇറ്റ്സ് നോട്ട് ജസ്റ്റ് യുവർ പ്രൗഡ് ഫാമിലീസ് ഹു സെലിബ്രേറ്റ് യുവർ എക്സിസ്റ്റൻസ്, ബട്ട് thousands and millions of people whose reality you have helped change. അപ്പോൾ നിങ്ങൾ അങ്ങനെ നിങ്ങളുടെ കഴിവുകൾ ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഫാമിലീസ് മാത്രമല്ല, ലോകമെമ്പാടുമുള്ള നിങ്ങൾ സഹായിച്ച ആൾക്കാരെല്ലാവരും നിങ്ങളെ സെലിബ്രേറ്റ് ചെയ്യും, നിങ്ങളെ ഓർക്കും, അല്ലെങ്കിൽ നിങ്ങളെ ഓർത്തവർ സന്തോഷിക്കും. സോ വി ഡു നോട്ട് നീഡ് മാജിക് ടു ചേഞ്ച് ദ വേൾഡ്. We carry all the power we need inside ourselves already. We have the power to imagine better. അപ്പോൾ നമുക്ക് ഈ ലോകത്തെ മാറ്റിമറിക്കാൻ നമുക്ക് മാജിക്കിൻ്റെ ആവശ്യം ഇല്ല. മാജിക്കായിരുന്നു റൗളിങ്ങിൻ്റെ കഥകളെല്ലാം മാജിക്കിനെ പറ്റിയാണ്. മാജിക് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇമ്പോസിബിളായിട്ടുള്ള കാര്യം ചെയ്യാൻ പറ്റുക, അതാണ് മാജിക്. പക്ഷെ റൗളിംഗ് പറയുന്നത് നമുക്ക് മാജിക്കിൻ്റെ ആവശ്യമില്ല. നമ്മുടെ കപ്പാസിറ്റി ടു ഇമാജിൻ എ ബെറ്റർ ലൈഫ്, സംതിങ് ബെറ്റർ, ആ കപ്പാസിറ്റി മതി നമ്മളുടെ പ്രശ്നങ്ങളെല്ലാം, ഈ ലോകത്തിൻ്റെ പ്രശ്നങ്ങളെല്ലാം ഇല്ലാതെയാക്കാൻ. ഈ ഒരു കപ്പാസിറ്റി നമുക്ക് മതി. ദിസ് പവർ ഓഫ് എംപതി ആൻഡ് ഇമാജിനേഷൻ. നൗ we come to the last part of her speech. So she says, I'm nearly finished. I have one last hope for you, which is something that I already had at 21.
അപ്പോൾ ഇനിയും അല്ലേ ലാസ്റ്റായിട്ടുള്ള ഒരു എന്താണ് ഒരു മെസ്സേജ് കൊടുക്കുകയാണ്. ഇത് ഇനിയും കുറച്ചും കൂടെ പേഴ്സണലാണ്. അപ്പോൾ ഫെയിലിയറിനെ പറ്റി എംപത്തിയെ പറ്റിയൊക്കെ ഉള്ള ലൈഫ് ലെസൺസ് കൊടുത്തു. നൗ കുറച്ചും കൂടെ പേഴ്സണലായിട്ടുള്ള ഒരു കാര്യം പറയാണ്. ഷീ വിഷസ് ദാറ്റ് ഓൾ ദ സ്റ്റുഡൻസ് ഹൂ ആർ സിറ്റിംഗ് ബിഫോർ ഹർ ഹാവ് അല്ലേ they remain friends with each other, great friends. They maintain their friendships throughout their life. ഓക്കെ, അപ്പോൾ നമ്മൾ ഹാരി പോട്ടറിൻ്റെ ബുക്ക് എടുത്തു കഴിഞ്ഞാലും ഹാരി പോട്ടറിൻ്റെ ഒരു സെൻട്രൽ ഫിഗേഴ്സ് ക്യാരക്ടേഴ്സ് എന്ന് പറയുന്ന 3 ഫ്രണ്ട്സാണ്. ഹാരി പോട്ടർ ആൻഡ് ഹിസ് 2 ഫ്രണ്ട്സ് ഹെർമൈനി ഗ്രേഞ്ചർ ആൻഡ് റോൺ വീസ്ലി. അപ്പം അവരുടെ ഫ്രണ്ട്ഷിപ്പാണ് ആക്ച്വലി ഈ ബുക്ക് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ ആ സെയിം തിങ് ആണ് റൗളിംഗ് ഈ ഫ്രണ്ടിലിരിക്കുന്ന ഓഡിയൻസിന് കുട്ടികൾക്ക് വിഷ് ചെയ്യുന്നത്. ദാറ്റ് ദ ഫ്രണ്ട്സ് ദാറ്റ് യു ഹാവ് നൗ അറ്റ് കോളേജ് അല്ലേ, ദ ഫ്രണ്ട്സ് ഫ്രം ഹും യു ആർ ഗോയിങ് ടു പാർട്ട് ആസ് യു ഗോ ഇൻ ടു ദ സോ കോൾഡ് റിയൽ ലൈഫ്, അവരെല്ലാവരും നിങ്ങളുടെ അല്ലേ ജീവിതകാലം മുഴുവൻ നിങ്ങളുടെ ഫ്രണ്ട്സ് ആയിരിക്കട്ടെ എന്നുള്ള ഒരു വിഷും കൂടെ റൗളിംഗ് പറയാണ്. നമ്മളെപ്പോഴും in the race of life we underestimate the value of love and friendship, but at the end of her speech Rowling is reaffirming the value of friendship and love. So she says, the friends with whom I sat on graduation day have been my friends for life. Rowling inde alle graduation day le college friends ippoഴും Rowling inde friends aanu alle, they are an important part of her life. They are my children's godparents, the people to whom I have been able to turn in times of trouble, people who have been kind enough not to sue me when I took their names for Death Eaters. അപ്പം അല്ലേ, these people have been through with Rowling through thick and thin അല്ലേ, they have been really good friends. അപ്പോൾ ലാസ്റ്റ് ഇവിടെ ഡെത്ത് ഈറ്റേഴ്സ് എന്ന് മെൻഷൻ ചെയ്യുന്നത് ഈ ഹാരി പോട്ടർ നോവൽസിലെ വില്ലൻസ് ആണ് ഡെത്ത് ഈറ്റേഴ്സ് എന്ന് പറയുന്നത്. അപ്പം അതിൽ റൗളിംഗ് പറയാണ് പല പേരുകളും റൗളിങ്ങിൻ്റെ ഫ്രണ്ട്സിൻ്റെ പേരാണ് ഡെത്ത് ഈറ്റേഴ്സിൻ്റെ പേരായിട്ട് യൂസ് ചെയ്തത്. പക്ഷേ അല്ലെ ദ ഫ്രണ്ട്സ് ഡിൻ മൈൻഡ് ബിക്കോസ് ദേ ആർ ഓൾ അല്ലെ ദേ ഓൾ ലവ് JK Rowling. At our graduation we were bound by enormous affection അല്ലെ, they were all really അല്ലെ they loved each other by our shared experience of a time that could never come അല്ലെ, കോളേജ് ലൈഫ് അല്ലെ ആ ഒരു അനുഭവം നമുക്ക് പിന്നെ ഒരിക്കലും കിട്ടത്തില്ല. The carefree days that we enjoy, and if we are able to form solid friendships during our college days അല്ലേ, അതുപോലത്തെ ഫ്രണ്ട്ഷിപ്സ് വളരെ പ്രഷ്യസ് ആണ്. ആൻഡ് ഓഫ് കോഴ്സ് അഗൈൻ ഷീ ജോക്ക് ചെയ്യാണ് by the knowledge that we held certain photographic evidence that would be exceptionally valuable if any of us ran for പ്രൈം മിനിസ്റ്റർ. അപ്പം നമുക്കെല്ലാവരും അല്ലേ നമ്മുടെ കോളേജ് ഡേയ്സിലെയും സ്കൂൾ ഡേയ്സിലെയും ഒക്കെ ഫണ്ണി ഫോട്ടോഗ്രാഫ്സ് കാണും അല്ലേ, അതാരും കാണരുതേ എന്ന് നമ്മൾ ആഗ്രഹിക്കും. ഇപ്പോൾ റൗളിംഗ് ജോക്കിയാണ് അല്ലേ, ഐ സ്റ്റിൽ ഹാവ് അല്ലെ റിഡിക്കുലസ് ഫോട്ടോസ് ഓഫ് മൈ ഫ്രണ്ട്സ് അപ്പോൾ അല്ലേ വിച്ച് ഐ ക്യാൻ മേക്ക് ഫൺ ഓഫ് ദം if they manage to get into positions as prestigious as becoming the Prime Minister of Britain അല്ലേ. അപ്പോൾ അങ്ങനെ ഒത്തിരി മെമ്മറീസ് ഷെയർ ചെയ്യുന്ന ഫ്രണ്ട്ഷിപ്സ് അല്ലേ. ഷീ ടോക്സ് അബൌട്ട് ഹർ ഫ്രണ്ട്ഷിപ്സ് ആൻഡ് ഷീ സേസ് ഐ വിഷ് ദ സെയിം ഫോർ യു. സോ ടുഡേ ഐ വിഷ് യു നത്തിങ് ബെറ്റർ ദാൻ സിമിലർ ഫ്രണ്ട്ഷിപ്സ്. ഓക്കെ, ആൻഡ് ടുമോറോ ഇത് വെച്ച് ഷീ കൺക്ലൂഡ്സ് ഹർ സ്പീച്ച്. ഐ ഹോപ്പ് ദാറ്റ് ഈവൻ ഇഫ് യു റിമെമ്പർ നോട്ട് എ സിംഗിൾ വേർഡ് ഓഫ് മൈൻ. അപ്പം നേരത്തെ സ്പീച്ച് എങ്ങനെയായിരുന്നു തുടങ്ങിയത്? ഷീ ടോക്സ് അബൌട്ട് മേരി വോർനോക്ക് അല്ലേ, ദ പേഴ്സൺ ദ ഫിലോസഫർ ഹു ഗേവ് ഹർ ഗ്രാജുവേഷൻ സ്പീച്ച്, ഗേവ് ഹർ ദ കമൻസ്മെൻറ്റ് സ്പീച്ച് ഡ്യൂറിങ് റൗളിങ്സ് ഗ്രാജുവേഷൻ സ്പീച്ച്. ആൻഡ് ഷീ സേസ് എനിക്കൊന്നും പറഞ്ഞത് ഓർമ്മയില്ല. അപ്പോൾ ആസ് ഷീ കൺക്ലൂഡ്സ് ഹർ സ്പീച്ച് അത് വീണ്ടും പറയാണ്, ചിലപ്പോൾ നിങ്ങൾ എൻ്റെ സ്പീച്ച് എല്ലാം മറന്നു പോയിട്ടുണ്ടാവും, ബട്ട് യു ഷുഡ് റിമെമ്പർ ദീസ് വേർഡ്സ് ദാറ്റ് ഐ എം ഗോയിങ് ടു ടെൽ യു നൗ. അഗെയിൻ ഷീ കോട്ട്സ് അല്ലേ അനദർ റോമൻ ഓത്തർ സെനക്ക. നേരത്തെ കോട്ട് ചെയ്തത് ആരെയാണ്? ഗ്രീക്ക് ഓത്തർ പ്ലൂട്ടാർക്കിൻ്റെ വാക്കുകൾ കോട്ട് ചെയ്തു സം ടൈം ബാക്ക്. നൗ ഷീ കോട്ട്സ് ദ വേർഡ്സ് ഓഫ് ദ റോമൻ ഓത്തർ സെനക്ക. ഓക്കെ, ഇത് ഹൗ ഡിഡ് ഷീ എൻകൗണ്ടർ ദീസ് വേർഡ്സ്?
as you know she studied classics in her university. അപ്പോൾ she says, those old Romans I met when I fled, when I ran down the classics corridor in retreat from career ladders. അവളുടെ അല്ലേ മറ്റ് വൊക്കേഷണൽ സബ്ജക്ട്സ് ഒന്നും എടുക്കാതെ ഗ്രീക്ക് സബ്ജക്ട്സ് എടുത്തപ്പം പഠിച്ച ഒരു കോട്ടാണിത്. ഇൻ സെർച്ച് ഓഫ് ഏൻഷ്യൻറ്റ് വിസ്ഡം. ഇതാണ് ദ കോട്ട് ദാറ്റ് ഷീ ഷെയർസ്. ആസ് ഇസ് എ ടെയിൽ, സോ ഇസ് ലൈഫ്. ലൈഫ് ഇസ് ലൈക്ക് എ സ്റ്റോറി. നോട്ട് ഹൗ ലോങ് ഇറ്റ് ഇസ്, ബട്ട് ഹൗ ഗുഡ് ഇറ്റ് ഇസ് വാട്ട് മാറ്റേഴ്സ്. കഥയുടെ നീളമാണോ നമ്മൾ എൻജോയ് ചെയ്യുന്നത്? അല്ല, കഥ എങ്ങനെ, ഹൗ ഗുഡ് ദ സ്റ്റോറി വാസ്, അതാണ് നമ്മൾ എൻജോയ് ചെയ്യുന്നത്. അതേപോലെ എത്ര നാൾ ജീവിച്ചു എന്നുള്ളതല്ല, അല്ലേ എങ്ങനെ നമ്മൾ ജീവിച്ചു, നമ്മളുടെ ലൈഫ് നമ്മൾ നന്നായിട്ട് ജീവിച്ചോ എന്നുള്ളതാണ് ഇസ് വാട്ട് മാറ്റേഴ്സ്, ദാറ്റ് ഇസ് വാട്ട് ഈസ് ഇമ്പോർട്ടൻറ്റ് എന്ന മെസ്സേജോടെയാണ് അല്ലേ ഐ വിഷ് യു ഓൾ വെരി ഗുഡ് ലൈഫ്സ് അല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് റൗളിംഗ് കൺക്ലൂഡ്സ് ഹർ സ്പീച്ച്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിനെ ഒന്ന് സമ്മറൈസ് ചെയ്യുകയാണെങ്കിൽ 3 ഭാഗങ്ങളുണ്ട് അല്ലേ. ദിസ് എസ്സേയിൽ 2 തീംസ് അഡ്രസ്സ് ചെയ്യുന്നുണ്ട്. ഫെയിലിയറിനെ പറ്റി സംസാരിക്കുന്നുണ്ട്, എംപത്തിയെ പറ്റി സംസാരിക്കുന്നുണ്ട്. ആൻഡ് ഷീ കൺക്ലൂഡ്സ് വിത്ത് സ്പെസിഫിക് advice that she gives to the audience before her. എന്താണ് സ്പെസിഫിക്കലി അഡ്വൈസ് കൊടുക്കുന്നത്? ഷീ ടോക്സ് ടു ദം അബൌട്ട് മെയിൻറ്റെയിനിങ് ഫ്രണ്ട്ഷിപ്സ്. ഷീ ടോക്സ് ടു ദം അബൌട്ട് leading a good life. She talks to them about the responsibility towards the world that they have as Harvard graduates. Okay.